ശ്രീ പുതിയ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവം ആരംഭിച്ചു. ഫെബ്രുവരി 3-ന് ആരംഭിച്ച കളിയാട്ട മഹോത്സവം 6-ന് സമാപിക്കും. ആരംഭ ദിവസം സാംസ്കാരിക സമ്മേളനം സിനി ആർട്ടിസ്റ്റ് പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കലാസന്ധ്യയും അരങ്ങേറി. രണ്ടാം ദിവസമായ ഫെബ്രുവരി 4-ന് വർണ്ണശബളമായ കലവറ നിറക്കൽ ഘോഷയാത്രയും കണ്ണൂർ ഏകതാളം അവതരിപ്പിച്ച മ്യൂസിക്കൽ ഫ്യൂഷനും നടന്നു. ഫെബ്രുവരി 5-ന് രാത്രി 10:30-ന് മുത്തുക്കുടകളുടെയും താലപ്പൊലി വാദ്യാഘോഷങ്ങളുടെയും അകമ്പടിയോടെയുള്ള ശിങ്കാരിമേളം, തമ്പോല എന്നിവയോടെയുള്ള കാഴ്ചവരവും തുടർന്ന് വീരൻ വീരാളി തെയ്യങ്ങളുടെ പുറപ്പാടും ഉണ്ടാകും. ഫെബ്രുവരി 6-ന് പുലർച്ചെ 5 മണിക്ക് പുതിയ ഭഗവതിയുടെ പുറപ്പാടും ഉണ്ടാകും. എല്ലാ ഭക്തജനങ്ങൾക്കും ഉത്സവ ദിവസങ്ങളിലെ അന്നദാനവും ഉണ്ടായിരിക്കും. ചേപ്പറമ്പ് ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം 2026 ഫെബ്രുവരി 3, 4, 5, 6 തീയതികളിലായി വളരെ ഗംഭീരമായി നടത്തപ്പെടുകയാണ്. 3-ാം തീയതി ഇന്നലെ ആദ്യ ദിവസം നാട്ടിലെ കലാകാരന്മാരുടെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ആഘോഷ പരിപാടികളാണ്. മാതൃസമിതിയുടെ കലവറ നിറക്കൽ, നാട്ടുകാർ ഒക്കെ ചേർന്നുള്ള കലവറ നിറക്കൽ തിരുസന്നിധിയിലെത്തി. ഇനി നാളെ വൈകുന്നേരം ദീപാരാധനയോടുകൂടി ആഘോഷങ്ങൾ ആരംഭിക്കുകയാണ്. തെയ്യം ആരംഭിക്കുകയാണ്. നാളെ വൈകുന്നേരം അന്തിത്തോറ്റം, തുടർന്ന് രാത്രി 11 മണിക്ക് കാഴ്ചവരവ്. 6-ാം തീയതി രാവിലെ പുലർച്ചെ മേലേരി കയ്യേൽക്കൽ, പുതിയ ഭഗവതിയുടെ പുറപ്പാട് എന്നിവയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ 4 ദിവസങ്ങളിലായി വളരെ ആഘോഷപൂർവ്വം നടത്തുകയാണ് ഈ വർഷത്തെ കളിയാട്ട മഹോത്സവം. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറക്കൽ ഘോഷയാത്രയിലായി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. മുഴുവൻ ഭക്തജനങ്ങളും ഘോഷയാത്രയിൽ അണിചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഭക്തജനങ്ങളെ ചേപ്പറമ്പ് ശ്രീ പുതിയ